ഹായ് പാർവതി. ഇപ്പൊ നമ്മൾ ഈ സംഭവത്തിലേക്ക്, അതായത് ഈ അടുത്ത കാലത്തായിട്ട് വിവാഹം, ചാക്കാല, ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ അമിതമായിട്ട് ഇവരുടെ സാന്നിധ്യം കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സർ, മീഡിയ ഇപ്പൊ നമ്മൾ ഒരു മീഡിയ എന്നുള്ളതല്ല, ഇപ്പം ഒരു സെലിബ്രിറ്റി ഒക്കെ മരിക്കുന്ന സമയത്ത് എല്ലാവർക്കും അത് കണ്ടന്റ് ആണല്ലോ. അതെ, എല്ലാ ചാനലുകാരും, ഞാൻ അവിടെ പോയിരുന്നാണ്. അപ്പൊ ഒരു ചാനലെന്നോ യൂട്യൂബേഴ്സ് എന്നോ മാത്രമല്ല, ഞാൻ അവിടെ ഹാളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് എനിക്കൊന്ന് മജീദിക്കയാണ് പറഞ്ഞത്, എല്ലാവരെയും ഒരു മുകളിലൊരു സ്പേസ് കൊടുക്കാം, താഴെ നിൽക്കാം. അതിന് തന്നെ ഒരു തർക്കമൊക്കെ ഉണ്ടായി. അതിനകത്ത് മെയിൻ സ്ട്രീം ചാനൽസും അല്ലാത്ത ചാനൽസും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ ഒത്തിരി ഉണ്ടായിരുന്നു, മെയിൻ ചാനലുകളും ഉണ്ട്. അപ്പൊ നമുക്കൊരു അങ്ങനെ പറയല്ലേ സാർ, എന്തുമാത്രം ക്യാമറയുമായിട്ടാണ്. അപ്പൊ ജനങ്ങൾ അത് കാണാനായിട്ട് കാത്തിരിക്കുന്നു. ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരാള് ഇഷ്ടപ്പെടുന്ന ഒരാളുടെ ഒരു മരണം, അതിന്റെ ഓരോ മൊമെന്റും അവിടെ വരുന്ന ആരാണ് എന്താണെന്ന് അറിയാൻ അത്രയും വ്യൂവേഴ്സ് ഉള്ളപ്പോൾ ഈ കണ്ടന്റ് കൊടുക്കുന്ന അവർക്ക് അവരുടെ അന്നമാണ്, അവരുടെ ജീവിതമാണ്. അപ്പം നമുക്ക് ഇതിനകത്തൊരു ഡിസ്റ്റിങ്ഷൻ, മെയിൻ സ്ട്രീം ചാനൽ, മറ്റേ ചാനൽ, ഇത് ഇവര് അങ്ങനെ നമുക്ക് ഇതിനകത്ത് വേർതിരിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. നമുക്കിത് ബുദ്ധിമുട്ടായി വരുന്ന സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് ചില കണ്ടന്റ് കാണുമ്പോൾ അരോചകമായിട്ട് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അരോചകമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് മെയിൻ സ്ട്രീം ചാനലിനെക്കാട്ടി കൂടുതൽ യൂട്യൂബിലെ ചില വീഡിയോസ് കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അത് നമുക്ക് അതിലേക്ക് വരാം. പക്ഷേ ഇത് സലീമേട്ടനെ പോലെ ഒരാൾ മരിക്കുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള മരണങ്ങളിലൊക്കെ വന്നു കയറുന്നതിൽ നമുക്ക് യൂട്യൂബേഴ്സിനെ മാത്രം അങ്ങനെ പറയാൻ പറ്റത്തില്ല. എല്ലാവരും അതിനകത്തുണ്ട്. ബിക്കോസ് എവ്രിബഡി വാണ്ട്സ് ടു ലൈവ് വെക്കുന്നതല്ലേ, എല്ലാവരും ഫുൾ ലൈവാണ്. അപ്പൊ അത് അവർക്ക് ഏറ്റവും നല്ല ആംഗിളിൽ നിന്ന് കിട്ടണം. ആരാ വരുന്നത്, ആരൊക്കെ വന്നു, ഓരോരുത്തരുടെ റിയാക്ഷൻ, മൈന്യൂട്ടായിട്ടുള്ള ഓരോ മനുഷ്യരോട് സംസാരിക്കുമ്പോൾ ഉള്ള ഓരോരുത്തരുടെ എക്സ്പ്രഷൻ വരെ കണ്ടന്റാണ്. എന്നിട്ട് ഇവരെ വിലയിരുത്തുകയാണ്, നിങ്ങൾ എങ്ങനെയുള്ള മനുഷ്യ സ്ത്രീയാണ്, എങ്ങനെയുള്ള മനുഷ്യനാണ്, എല്ലാം എങ്ങനെ വന്നപ്പോൾ എങ്ങനെ ചിരിച്ചു, എങ്ങനെ നിന്നു. ചിലരുടെ മുഖത്ത്, സലീമേട്ടൻ അവിടെ മരിച്ചു കിടക്കുന്ന അതല്ല, മനുഷ്യരുടെ മുഖത്തോട്ടൊക്കെ ക്യാമറ വെച്ചേക്കും, അവരെന്ത് ചെയ്യുന്നത്. നമുക്ക് ഭയങ്കര സഫക്കേഷൻ. നമുക്ക് പ്രിയപ്പെട്ടവരൊക്കെ മരിക്കുന്ന സമയത്ത് നമ്മളവിടെ പോകുമ്പോഴേ നമുക്ക് വളരെ ആർട്ടിഫിഷ്യലായിട്ട് പെരുമാറേണ്ടി വരുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞതിലേക്ക് വരാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.